എന്നെ സഹിക്കാൻ തുടങ്ങിയിട്ട് എന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെ കണ്ണിച്ചോരില്ലാണ്ട് വർത്താനം പറഞ്ഞാലേ പടച്ചവൻ കൊടുക്കൂല കേട്ടാ. ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നല്ല റെസിപ്പിയും കാണിക്കുന്നുണ്ട്, പിന്നെ നല്ല രസകരമായ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇക്കാക്ക് സർപ്രൈസായിട്ട് വെഡ്ഡിങ് സാരിയിൽ, കല്യാണ സാരിയിൽ ഒരു ലുക്ക് കൊടുക്കുക. പിന്നെ വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീഡിയോ ഒരു 2 ഭാഗമായിട്ടാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. അപ്പോൾ അതേ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിൻ്റെ കാര്യങ്ങളാണ് തയ്യാറാക്കുന്നത്. ഇന്ന് പാലക്ക് റൈസാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ പാലക്ക് വന്നിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് നമ്മളിതുപോലെ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഇട്ടെടുത്തിട്ട് അതിന് ശേഷം അത് നേരെ എടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ പാലക്കെല്ലാം കൂടി എടുത്തിട്ട് ഇതുപോലെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില, കുറച്ച് ഗാർലിക്ക്, പിന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ആ ഗ്യാപ്പിൽ ഞാൻ തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതേ ഒരു പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഓയിലും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യും, പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഉണ്ടെങ്കിൽ അതുകൂടാ. എൻ്റെ ഇപ്പോൾ ഏലക്ക ഇല്ലാട്ടോ, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 ഗാർലിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇടാം. പിന്നെ ഒരു 2 പിടിയോളം വലിയ ഉള്ളി, സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 3 കപ്പ് ചോറാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഗ്യാപ്പിൽ ഞാൻ സാലഡ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കുക്കുംബറൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ. അതൊക്കെ റെഡിയാക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളി ഒന്ന് ലൈറ്റായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾ, ജീരകപ്പൊടി, പിന്നെ ഗരം മസാലയാണ് പെട്ടത്. ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള റെസിപ്പി നമ്മൾ ഡിവൈൻ ബ്യൂട്ടി പറഞ്ഞ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ വ്യക്തമായിട്ട് കാണിക്കാത്തത്. ഇനി കുറച്ച് റൈത്ത ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് കുറച്ച് കട്ട തേര്, പുളിക്കാത്ത തേരാണ്, സ്കൂളിൽ പോയാലും ഒന്നും സംഭവിക്കില്ല. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുക്കുംബർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മല്ലിയിലയും കുറച്ച് മുളകും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കലക്കി കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി റൈത്ത നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വാടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ കൂടി ഒന്ന് ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് വേകാനും വേണ്ടി വെക്കുക. അപ്പോഴേക്കും അപ്പുറത്ത് മറ്റൊരു പാനിൽ ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ, ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേ നമ്മുടെ ഈ സംഭവം റെഡി ആയിട്ടുണ്ട് പാലക്ക്. ഇനി ഇതിലേക്ക് നമ്മുടെ റൈസ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാ റൈസിലും ആ ഒരു ഗ്രേവി എത്തണം. അപ്പോഴേക്കും ധനക്കുട്ടി അപ്പുറത്ത് പാത്രം കഴുകുന്നുണ്ടായിരുന്നു, അവളുടെ ചിക്കൻ ബോക്സ് ഇന്നലെ കഴുകാൻ മറന്നതാണ്. ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് ഇത്രയും പണികൾ എങ്ങനെ ആവുമെന്ന് ആലോചിക്കുന്നവർക്ക് രാത്രി തന്നെ ഉള്ളി, പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അന്ന് ഉണ്ടാക്കിയ പാല് അപ്പോൾ ഇതേ ഇന്നത്തെ ലഞ്ച് ബോക്സിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ കുട്ടികളുടെ ഭക്ഷണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ടിഫിൻ ബോക്സിലാക്കാം. ഇതിൻ്റെ ഈ വിളമ്പുന്ന സംഭവം, അതായത് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ഷോർട്സ് ആക്കിയിട്ടാണ് കേട്ടോ ചാനലിൽ ഇടുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഷോർട്സ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ചുച്ചുക്കുട്ടി ഇത് കഴിക്കുമോ എന്നുള്ളത് സംശയമാണ്. കാരണം വലിയ കുട്ടികൾക്ക് അത്യാവശ്യം എരിവുണ്ടെങ്കിൽ അവർ കഴിക്കുള്ളൂ. അപ്പോൾ അവരുടെ ഒരു ടേസ്റ്റിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ചുച്ചുക്കുട്ടിക്ക് ഒരു ദോശയും കൂടെ വെച്ച് കൊടുക്കേണ്ടി വരും. റനാ കഴിച്ചിട്ടുണ്ടേ അടുപ്പിരുന്ന് വേഗം കഴിക്കും.
ശരിക്കും കാലൊക്കെ വെച്ചിട്ടിരുന്ന് തിന്ന്. പിന്നെ ടിഫിൻ ബോക്സ് വാങ്ങിയ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അത് ചുച്ചുക്ക് പാലും ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ ചുച്ചുക്കുട്ടീൻ്റെ കാര്യം കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അവർ സ്കൂളിലേക്ക് പോവാണ്. കൈ തട്ടു. ഇതിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇൻട്രോ എടുക്കുന്നത്. ഒരു സാധനം എടുക്കാനും വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി വീഡിയോ ആണ്. അതായത് 15 വർഷം പൂർത്തിയായി, 16ാമത്തെ വർഷം നടക്കാൻ പോകുന്നു. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സഹിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായി എന്നെ സഹിക്കാൻ തുടങ്ങിയിട്ട് എന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെ കണ്ണിച്ചോരില്ലാണ്ട് വർത്താനം പറഞ്ഞാലേ പടച്ചവൻ പൊറുക്കൂല കേട്ടാ. അപ്പോൾ ശരി, ഞാനൊരു സാധനം എടുക്കാനും വേണ്ടി വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല ആ സാധനം. തിരഞ്ഞു നോക്കട്ടെ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. മുകളിലുള്ള സംഭവം ഒഴിവാക്കിയോ, ഇപ്പോൾ ഗസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയതോടുകൂടി അതിൻ്റെ പുറകെ നടക്കാൻ പറ്റാതായി. പിന്നെ ഇവിടെ വന്ന് താമസിച്ച ആൾക്കാർ എന്ന് പറയുമ്പോൾ കുറച്ച് കുണ്ടാവണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, നമ്മൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ എന്നും വിചാരിച്ചിട്ട് അങ്ങനെ ഒഴിവാക്കിയതായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇത് വന്നിട്ട് ലീസിന് കൊടുക്കാനാണ് പ്ലാന്. ആരെങ്കിലുമൊക്കെ പാലക്കാട് അടുത്തുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇക്കൊക്കെ തീരെ ഇഷ്ടമല്ല ലീസിന് കൊടുക്കുന്നത്, പക്ഷെ എനിക്ക് അത്യാവശ്യമാണ്, കാശിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ശരി, ഞാൻ ഒന്ന് തിരഞ്ഞിട്ട് വരാം. ഇതാരുടെ ഡ്രസ്സ്? ഗേൾ ബേബി ആണെങ്കിൽ ഗേൾ ബേബിക്ക് ഇട്ട് കൊടുക്കാം. നീയാണ് ഗേൾ ബേബി. അപ്പം അമ്മീൻ്റെ വയറ്റിലുള്ള ബേബി എന്ത് ബേബിയാ? ബോയാണ്. ഗേൾ ആണെങ്കിലോ? ശരി. ഓരോന്ന് വലിച്ചെറുമ്പോൾ പഴയ അവശിഷ്ടങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ക്ലോത്ത് ഡൈപ്പർ ഇല്ലേ, അതിൽ വെക്കുന്ന ഇൻസേർട്ടാണ് കേട്ടോ. സൂപ്പർ ഇൻസേർട്ടാണ് ഇത്. ഞാൻ മുമ്പ് അലിഎക്സ്പ്രസ്സിൽ നിന്ന് വാങ്ങിയ സാധനമാണ്. നല്ല സാധനമാണ് കേട്ടോ. ഇന്നാൾ നമുക്ക് വേറെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്നിനും കൊള്ളൂല. ഇതൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇതാ കണ്ടോ, നമ്മുടെ തേടിയ വള്ളി അവസാനം കിട്ടി. റന ഇതെന്ത് സാരിയാണ് പറയും? എനിക്കറിയില്ല, റനാക്ക് പോലും അറിയില്ല. ഇവരൊന്നും കണ്ടിട്ട് പോലും ഇല്ല. ആക്ച്വലി എനിക്ക് 15 നീ കണ്ടാ? ശരി, 15 കൊല്ലം പഴക്കമുള്ള നമ്മുടെ വിവാഹ വസ്ത്രം. റനയും ഇവരൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സാരി നല്ല സാരിയൊക്കെയാണ്, പക്ഷെ എനിക്ക് ആ സമയത്ത് ഇതാണ്ടില്ലേ, ഇത് വീഡിയോയിൽ കാണുന്ന കളർ വേറെ, വീഡിയോയിൽ നല്ല ഭംഗി. ശരി മിണ്ടാണ്ടി. കണ്ട, ഇത് പച്ചയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ, പക്ഷെ വീഡിയോയിലൊരു നീലമായിട്ടോ കാണുന്നത്. വീഡിയോയിൽ നല്ല രസമുണ്ടാ, പക്ഷെ നേരിട്ട് ഒരു പച്ച കളറിലാണ് ഈ സാരി ഉള്ളത്. അപ്പോൾ ആ സമയത്ത് എന്ന് പറയുമ്പോൾ ഒരു റെഡ് സാരി കല്യാണ പെണ്ണിന് അതല്ല നല്ല ഭംഗി ഉണ്ടാവും. ഊക്കൊക്കെ തുരുമ്പ് പിടിച്ചിരിക്കണ്. പക്ഷെ എനിക്കിത് കൊള്ളൂല കേട്ടോ. ഇത് അവർ അന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കര വലുതായിട്ട് എല്ലാ ഭാഗത്തും പിന്നൊക്കെ കുത്തിയിട്ട് കൈയൊക്കെ ഭയങ്കര വലുപ്പമായിരുന്നു. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ എനിക്കിത് എവിടെയും കൊള്ളില്ല എന്നുള്ളത് മനസ്സിലായി. അതായത് റനാക്കൂലും കൊള്ളൂല. അത്ര റനാനേക്കാളും നല്ല മെലിഞ്ഞിട്ടായിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു സമയം 38 കിലോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ കൊള്ളൂല. അതുകൊണ്ട് അമ്മാൻ്റെ അവിടെ നിന്ന് ഇതേ അതിന് ഏതെങ്കിലും ഒരെണ്ണം മാച്ചായിട്ട് കിട്ടുന്ന പോലെ പാവാടി, എൻ്റെ പാവാടിയോ ഒരു സംഭവങ്ങളും ഇല്ല, മാച്ചായിട്ട് കിട്ടുന്ന പോലെ എടുത്തിരിക്കുകയാണ്. നോക്കാം നമുക്കിതിൽ ഏതാണ് സെറ്റ് ആവണമെന്നുള്ളത്. അപ്പോൾ റന ചോദിക്കാണ് എൻ്റെ അടുത്തേ, ഞാൻ ഈ സാരി കൊടുത്തപ്പോൾ സാരിന് ശരിക്കും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു കോമഡി ഉണ്ടായിട്ടുണ്ട്. ഇക്കാക്ക് സർപ്രൈസ് കൊടുക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ലുക്ക് ആക്കാതെ വിചാരിച്ചാണ് കേട്ടാ. ഇന്നൊരു കാര്യം പറയാം. സാരി കൊടുത്ത് അമ്മാൻ്റെ ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത്. മാച്ചൊന്നുമില്ല, മാച്ച് തീരില്ല. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് സാരി ഉടുത്തിട്ട് അവസാനം നോക്കുമ്പോ എന്താ സംഭവം അറിയോ, സാരിന്റെ ഉൾവശം പുറം വശം അടിമറിച്ച് കൊടുത്തു പോയി. ഇനി എനിക്ക് ഊരാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ഇതേ ലുക്കിലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ഞാൻ സാരി കൊടുത്ത പക്ഷെ മുഖം കഴുകാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഇനി കല്യാണ മേക്കപ്പ് ലുക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ഭയങ്കര പ്രതീക്ഷയിലായിരിക്കും. ഞാൻ കാണിച്ചു തരാം. അതായത് എൻ്റെ വെഡിങ് ദിവസം ചെയ്ത അതേ മേക്കപ്പ് ആയിരിക്കും ഞാനിന്ന് ചെയ്യുന്നത്. സംഭവം ഭയങ്കരമായിരിക്കും. അപ്പൊ ആദ്യം അതിനു വേണ്ടിയിട്ട് ഞാൻ മുഖം ഒന്ന് നല്ല വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകിട്ട് വരാം. സോപ്പല്ല,
അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെർമാവൈവിൻ്റെ ഹൈഡ്രാ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു ഓസ്ട്രേലിയൻ ബേസ്ഡ് കമ്പനിയാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന നാച്ചുറൽ കൊളോയിഡ് ഓട്ട്മീൽ നമ്മുടെ സ്കിന്നിന്റെ pH വാല്യൂ ബാലൻസ് ചെയ്ത് നിലനിർത്താൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് സോപ്പ് ഫ്രീ ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, അതുപോലെ SLS ഫ്രീ, ഇങ്ങനെ നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് സ്കിന്ന് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കിയിട്ട് നമുക്ക് നിലനിർത്തും. അതുപോലെ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ കളഞ്ഞ് സൂപ്പറായിട്ട് പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ്സും കൂടെ കിട്ടും. ഇനി ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ട് ഇതിന് ശേഷമുള്ള സംഭവങ്ങൾ കാണിക്കാം. മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ സോപ്പൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സോപ്പ് ഫേസിൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇക്ക വരുന്ന സമയത്ത് എന്തായിരിക്കും എന്നുള്ളത് അറിയില്ല. ഇക്കൻ്റെ റിയാക്ഷൻ നോക്കാം നമുക്ക്. പിന്നെ ഞാൻ ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ് അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ കുറച്ച് സ്പെഷ്യലാണ്. എല്ലാ ലോഷനിലും ഇതുണ്ടാവും, പക്ഷേ എങ്കിലും ഇത് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ആൻറ്റി ഏജിങ് ആയിട്ട് നിലനിർത്താൻ, അതായത് പെട്ടെന്ന് ഈ വയസ്സായ ചുളികളൊന്നും വരാതെ സൂപ്പറാക്കി നിലനിർത്താൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് 125 ml 850 രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഡെർമാവൈവിൻ്റെ ഇതും ന്യൂട്രിഡമിൻ്റെ ഇതും വാങ്ങാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാര്യങ്ങൾ നോക്കാം. അടുത്തതായിട്ട് എൻ്റെ അപ്പം ഉണ്ടായിരുന്നത് കാജൽ പെൻസിലില്ലേ, അതുണ്ടാവും. സാധാ ആ സമയത്തുള്ള ഒരു അയ്യോ പരത്തി ഇത്രയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതിൽ തേച്ചു കിട്ടിയവിടെ. അടുത്തത് എവിടെയും കൂടെ ഈ കണ്ണിലും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ എൻ്റെ ഉണ്ടായിരുന്നത് ഐലൈനറാണ്. ശരിക്കും വയ്യ. അന്ന് ഞാൻ ആ പഴയ അലമാറൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒരുങ്ങിയത് ഓർമ്മയില്ല. ശരി, ഞാൻ ഇവിടെ നോക്കിയിട്ട് ഇട്ടിട്ട് വരാം കേട്ടോ. കണ്ണാടി നോക്കി ശരിക്കും എന്നെ കാണാൻ ഇപ്പം ആരിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞത് അമ്മായി എന്ന് പറയുമ്പോൾ അവരുടെ ഇക്കടെ താത്തയാണ് കേട്ടോ, വലിയ താത്ത. അവരെ പോലെ ഉണ്ട്. അങ്ങനെ പറയാം അടുത്ത് കൊടുത്ത് ബിന്ദു ആൻറ്റി ഇതിനേക്കാളും നീറ്റായിട്ട് സാരി ഉടുത്തിട്ട് ഇതിനേക്കാളും യങ്ങായിട്ട് തോന്നുന്നു. ഞാൻ അത്രയും മോശമാണെന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക് ഇക്ക വന്നിട്ട് എന്താ പറയണെന്നുള്ളത്. പുറത്ത് പോവാൻ അമ്മ റെഡിയാണ്, അതാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്യൂഷൻ പോകുന്നത് ഇവരെപ്പോൾ ട്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നിൽക്കണം. ഞാൻ എൻ്റെ ഐബ്രോ പെൻസിൽ ആ സമയത്ത് ഉണ്ടാവും, അതായത് ആവണൊക്കെ ഉണ്ടെങ്കിൽ മുക്കി വെക്കൂട്ടെ എപ്പോഴും. എന്നിട്ട് അതാണ് ഞാൻ ഐബ്രോ ഒന്ന് ഷെയ്ഡ് ചെയ്യാൻ കൊടുക്കുക. ഇപ്പം ഐബ്രോ പെൻസിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൺമഷി ജസ്റ്റ് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുക. ആ ഒരു ലുക്കൊന്നും വരൂല, അത് വേറെ കാര്യം. അപ്പോഴത്തെ ലുക്ക് എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ട് നമ്മളുള്ളതല്ലേ. ഇപ്പൊ എന്താ ഫേക്കാ? ഇപ്പോ ഫേക്ക് എന്ന് വെച്ചാൽ ഇപ്പോ കുറച്ച് വയസ്സായി. പിന്നെന്ന് പറയുമ്പോ ഫേസ് ഇത്തിരി തടിച്ചിട്ടുണ്ട്. പിന്നെന്ന് പറയുമ്പോ ഒരു എക്സ്ട്രാ ബേബി കൂടി ഉള്ളു. വേദനിക്കണേ, എല്ലോ വേദനിക്കണേ. അപ്പൊ നല്ല പ്രേതം പോലെ ഉണ്ടോ? ഇത്രയുമാണ് നമ്മുടെ കല്യാണ മേക്കപ്പ്. ഇപ്പോൾ എൻ്റെ അനിയത്തി വന്നതിന് ശേഷം എൻ്റെ അപ്പോൾ ലിപ്സ്റ്റിക് ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് അനിയത്തി വന്നതിന് ശേഷം അല്ല, ചെക്കൻ്റെ വീട്ടുകാർ വന്നതിന് ശേഷം അവരുടെ ഒരു മേക്കപ്പ് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അവർ ചെറുതായിട്ടൊന്നും എന്തോ ചെയ്തു, കൂടുതലൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇത് ഒന്ന് തൊട്ട് കൊടുക്കുകയുണ്ട് കേട്ടോ. അവനത് നിർത്തിക്ക് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കണം. ഒരൊറ്റ ഡ്രോപ്പ് ഇട്ടിട്ടുള്ളൂ നമ്മൾ. ഓക്കെ, ഇനിയിപ്പോൾ സ്വർണ്ണമൊക്കെ ഇടണം. സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ വരാം. പിന്നെ കല്യാണത്തിൻ്റെ സ്വർണ്ണങ്ങളൊക്കെ കാണണ്ടേ, ഇപ്പോൾ കാണിച്ചു തരാം. വൈഡ് ലുക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ സാരിയുടെ, കുറച്ച് താഴത്തെ മൊബൈല് ഇങ്ങനെയാണ് ഇപ്പോൾ സാരീൻ്റെ ലുക്ക് ഉള്ളത് കേട്ടോ. ഞാൻ വേറെ ഫുള്ളായിട്ട് കാണിക്കാം. പിന്നെ നമ്മുടെ ജ്വല്ലറീസൊക്കെ കാണണ്ടേ, അപ്പോൾ ജ്വല്ലറി കാണിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിക്കും വിചാരിച്ചിരുന്നതാണ് ഈ ഒരു ബാങ്ക് പോയി അടിച്ചു മാറ്റം കൊള്ളയടിക്കേണ്ടി വരും. നമ്മൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസം എങ്ങനെയെങ്കിലും എടുക്കണം, എല്ലാം ശരിയാവും എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ പ്രതീക്ഷ പോലെ നടന്നില്ല. അതുകൊണ്ട് ഇതേ നമുക്കുണ്ടല്ലോ ഇങ്ങനത്തെ ജ്വല്ലറി. തൽക്കാലം ഇത് ഒരെണ്ണം മാത്രം വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത് കേട്ടാ. നമുക്ക് എത്ര കിട്ടി? എനിക്ക് കല്യാണത്തിന് 63+ സ്വർണ്ണം ഉണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ പിറ്റേ ദിവസമൊക്കെ വന്നിട്ട് കമ്മലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ വാങ്ങിയൊക്കെ തരുമായിരുന്നു ഈ എൻ്റെ കഴുത്ത് തന്നെ. അപ്പോൾ അതെ, നമ്മൾ തൽക്കാലം നമുക്ക് ഈ ഒരു ജ്വല്ലറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അതൊക്കെ എടുക്കുമ്പോൾ എൻ്റെ സ്വർണം പറഞ്ഞ സ്വർണ്ണമൊന്നും ഇല്ല കേട്ടോ. കല്യാണത്തിന് തന്ന സ്വർണ്ണമൊന്നുമില്ല. പിന്നീട് ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ വാങ്ങിച്ച സ്വർണ്ണങ്ങളൊക്കെയാണ് ഉള്ളത്. ഇൻഷാല്ലാ പലിശയാണ് അറിയാം, കടങ്ങളൊക്കെ വീടും എന്ന പ്രതീക്ഷയോടെ. അപ്പോൾ ഇത്രയും ജ്വല്ലറി മതി. എനിക്ക് നെറ്റിച്ചുട്ടി വേണം. നെറ്റിച്ചുട്ടി ഉണ്ടായിരുന്നതാണ് എനിക്ക് കല്യാണത്തിന്.
എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് തരുമോ? ഇവർക്കൊരു സ്നേഹമില്ല, അതാണ്. എന്തെങ്കിലും കാരണം അതെടുത്തരും വെച്ചാൽ അറിയില്ല. അറിയാലോ, ഒന്നും അറിയില്ല, നന്നായി തിന്നാനറിയാം, ഉണ്ടാക്കി കൊടുക്കും. അത് ബേസിക് മീൻസ് ഓഫ് ലിവിംഗ്ഹുഡ് ആണ്. അതെ, ജീവിക്കാൻ പിന്നെ തിന്നണല്ലോ എന്ന്. അപ്പം ശരി, ഇനി നമുക്ക് ഇക്കൻ്റെ മുമ്പിലേക്ക് പോകാം. ഇക്ക വന്നിട്ടുണ്ട്, അപ്പുറത്തെ റൂമിലാണ്. ഞാൻ പുറത്തിറങ്ങാതെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. ഓക്കെ, ബാപ്പു പറഞ്ഞേക്കാമോ?